100 കോടി ക്ലബ്ബ് കയറി രായൻ. ധനുഷ് നായകനായ രായൻ ആഗോളതലത്തിൽ 100 കോടി ക്ലബിൽ. ആദ്യ ദിനം 12.5 കോടി രൂപയാണ് ധനുഷ് സംവിധായകൻ കൂടിയായ ചിത്രം ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്. തമിഴിൽ ഈ വർഷം 100 കോടി ക്ലബ് കയറുന്ന മൂന്നാമത്തെ ചിത്രമാണ് രായൻ. വമ്പൻ മേക്കോവറിൽ ധനുഷ് എത്തുന്ന ചിത്രം താരത്തിന്റെ കരിയറിലെ 50ാമത്തെ സിനിമയാണ്. എസ്.ജെ. സൂര്യ ആണ് പ്രതിനായകൻ. കാളിദാസ്, ജയറാം, സുദീപ് കിഷൻ, തുഷാര വിജയൻ എന്നിവർ ധനുഷിന്റെ സഹോദരങ്ങളായി എത്തുന്നു. അപർണ ബാലമുരളി, പ്രകാശ് രാജ്, ശെൽവരാഘവൻ, ദിവ്യപിള്ള, വരലക്ഷ്മി, ശരത്കുമാർ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മാണം. എ.ആർ. റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നു. ധനുഷിന്റെ മൂന്നാമത്തെ സംവിധാന സംഭവമാണ് രായൻ. ശ്രീഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണം. തമിഴകത്തിന് പ്രതീക്ഷ പകരുന്ന ഒരു ചിത്രമായിരിക്കുകയാണ് ധനുഷിന്റെ രായൻ. സംവിധാനവും ധനുഷ് നിർവഹിച്ചു വന്ന ചിത്രം എന്ന ഒരു പ്രത്യേകതയും രായനുണ്ട്. 2024 തമിഴകത്തിന് ധനുഷിന്റെ രായൻ സിനിമ പുത്തനുണർവ് പകരുകയാണ്. തെന്നിന്ത്യയിൽ രായൻ 4ാമതാണ് ഓപ്പണിംഗ് കളക്ഷനിൽ 2024 എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. തെന്നിന്ത്യയിൽ 2024 റിലീസ് ദിവസത്തെ കളക്ഷനിൽ 1ാമത് കൽക്കിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കൽക്കി 2898 എടി 163.45 കോടി രൂപ ആണ് റിലീസിന് നേടിയതെന്നാണ് കളക്ഷൻ റിപ്പോർട്ട്. കൽക്കി 2898 എടി 100 കോടി ക്ലബിലുമെത്തിയിട്ടുണ്ട്. രണ്ടാമതുള്ള ഗുണ്ടൂർകാരം 66.90 കോടിയും ഇന്ത്യൻ 2 ആഗോളതലത്തിൽ 56.70 കോടിയോടെ മൂന്നാമതുമെത്തി. നാലാമതുള്ള രായൻ റിലീസിന് 24.70 കോടി രൂപയാണ് നേടിയത്. ധനുഷ് രായൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഛായാഗ്രാഹണം ഓം പ്രകാശാണ്. മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമെ ചിത്രത്തിൽ നിത്യ മേനൻ, കാളിദാസ്, ജയറാം എന്നിവരും എത്തുമ്പോൾ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റു പ്രധാന താരങ്ങൾ സുന്ദീപ് കിഷൻ, വരലക്ഷ്മി, ശരത്കുമാർ, ദുഷ്ട വിജയൻ, എസ്.ജെ. സൂര്യ, പ്രകാശ് രാജ്, സെൽവരാഘവൻ എന്നിവരാണ്. ടർബോ 7ാമത് എത്തിയത് 16.30 കോടി റിലീസിന് നേടിയാണ്. 6ാമതുള്ള ഹനുമാൻ റിലീസിന് 24.20 കോടി നേടിയപ്പോൾ തെന്നിന്ത്യയിൽ 2024 6ാമതുണ്ട്. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ 2024 റിലീസുകളിൽ 9ാം സ്ഥാനത്തുമുണ്ട്. ക്യാപ്റ്റൻ മില്ലർ റിലീസിന് 12.65 കോടി രൂപയാണ് നേടിയതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്.